ഈ 3 സെറ്റിംഗ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ 2 മാറ്റങ്ങൾ നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ കണ്ടിന്യൂസ്ലി വീഡിയോസും ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്ത് ഫേസ്ബുക്കിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ പലരും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന സെയിം വീഡിയോസിനെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. ഇതിൽ ചിലർ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിനെയായിരിക്കും ഗ്രോ ചെയ്യുന്നത്. മറ്റു ചിലർ അവരുടെ പേഴ്സണൽ പ്രൊഫൈലിനെ, അതായത് ഫേസ്ബുക്കിലുള്ള അവരുടെ പ്രൊഫൈലിനെ തന്നെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായി കൺവേർട്ട് ചെയ്ത് ഒരു പേജാക്കി മാറ്റി അതിലായിരിക്കും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ചെയ്താലും ഫേസ്ബുക്ക് അതിനെ മോണിറ്റൈസും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് ആളുകൾ വളരെ നന്നായി തന്നെ പൈസയും ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൊണ്ട് മറ്റൊരു പ്രയോജനം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഒരു പേഴ്സണൽ പ്രൊഫൈലാണെങ്കിൽ, അതായത് ഫേസ്ബുക്കിലുള്ള ഒരു പ്രൊഫൈലാണെങ്കിൽ അതിലൊരു 5000 ഫ്രണ്ട്സിനെ വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ ഈ പ്രൊഫൈലിനെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായി മാറ്റുമ്പോൾ, ഒരു പേജാക്കി മാറ്റി കഴിയുമ്പോൾ ഈ 5000 ഫ്രണ്ട്സും നമ്മുടെ ഫോളോവേഴ്സായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതെ വളരെ ഈസിയായി തന്നെ നമുക്കൊരു 5000 ഫോളോവേഴ്സ് ഇങ്ങനെ കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ അവരുടെ പ്രൊഫൈലിനെ തന്നെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടാക്കി മാറ്റി അതിലാണ് അവർ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് നിങ്ങളുടെ 5000 ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 5000 ഫ്രണ്ട്സ് ഫോളോവേഴ്സായിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾ ഇതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ ഒരു മെസ്സേജ് വരും. അതായത് നിങ്ങൾക്ക് 5000 ഫ്രണ്ട്സ് ഓൾറെഡി ആയിട്ടുണ്ട്, ഇത് മാക്സിമം ആണ്, ഇതിൽ കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നിങ്ങളുടെ അക്കൗണ്ട് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടാണ്, അതൊരു പേജായി മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടേണ്ടതാണ്. ഇതേപോലെ പ്രൊഫഷണൽ അക്കൗണ്ടായി കൺവേർട്ട് ചെയ്തിട്ടുള്ള മറ്റുള്ളവർക്കെല്ലാം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിനെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായി മാറ്റിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റി അതിൽ നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങുക. കാരണം ഫേസ്ബുക്ക് നന്നായി പൈസ കൊടുക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ നമ്മളൊരു ഫോട്ടോ ഇട്ടാൽ പോലും വളരെ നന്നായി തന്നെ അവർ പൈസ തരുന്നുണ്ട്. നമുക്കൊരു ഫോട്ടോ നമ്മൾ യൂട്യൂബിൽ ഇടണമെങ്കിൽ നമ്മളതൊരു പോസ്റ്റായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ, അതിന് നമുക്ക് പൈസ കിട്ടാറുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിനെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായി മാറ്റി അതിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യം ഞാനിവിടെ ഇതുവരെ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാത്തവർക്ക് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. കാരണം അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നോക്കാം, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കാം, ഈ കാണിക്കുന്ന എൻ്റെ ഈ പ്രൊഫൈൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതേപോലെ ആയിരിക്കും എൻ്റെ ഈ പ്രൊഫൈൽ കാണിക്കുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ ഈ അഡ്വർടൈസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കാം, ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഓൾറെഡി പ്രൊഫഷണൽ മോഡിലാണ്, അതുകൊണ്ടാണ് ഇവിടെ അതിനെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന രീതി കാണിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നോക്ക്, നിങ്ങളുടെ പ്രൊഫൈൽ ഓൾറെഡി പ്രൊഫഷണൽ മോഡിലാണെങ്കിൽ നിങ്ങൾക്ക് 5000 ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷവും പിന്നീട് ഇതേപോലെ ഫ്രണ്ട് റിക്വസ്റ്റ് വരുമ്പോൾ അതിനെ കൺഫേം ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള മെസ്സേജ് എന്തുകൊണ്ടാണ് വരുന്നത്? അതായത് അണേബിൾ ടു ആഡ് മോർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഓൾറെഡി 5000 ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, ഇനി ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു മെസ്സേജ് എന്തുകൊണ്ടാണ് വരുന്നത്? ഇത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ പ്രൊഫൈൽ മറ്റ് പബ്ലിക് കാണുമ്പോൾ അത് എങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യവും മനസ്സിലാവും. അതുപോലെ അതിനുള്ള സൊല്യൂഷനുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഈ പ്രൊഫൈൽ ലോഗോ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അഡ്വർടൈസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ടുള്ള 3 ഡോട്ട്സിൽ അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ തന്നെ ആയിരുന്നു നേരത്തെ നമ്മൾ പ്രൊഫഷണൽ അക്കൗണ്ടാക്കി മാറ്റാനായിട്ട് ഈ പേജിൽ തന്നെ ആയിരുന്നു വന്നിരുന്നത്. ഇവിടെ നോക്കുക, വ്യൂ ആസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, എൻ്റെ പ്രൊഫൈല് മറ്റൊരു പബ്ലിക് കാണുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത് ആ രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഫോളോ, അതിനുശേഷം സബ്സ്ക്രൈബ്, ഈ രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രൊഫൈൽ ഇത് ചെക്ക് ചെയ്ത് നോക്കുക, അവിടെ ഈ കാണിക്കുന്നത് പോലെ ഫോളോ അതിനുശേഷം ആഡ് ഫ്രണ്ട് ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ ഇവിടെയാണ് പ്രശ്നം. ഇതിനെയാണ് നമ്മൾ ശരിയാക്കേണ്ടത്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ എത്തുമ്പോൾ അവിടെ ഈ ഫോളോയും കാണിക്കുന്നുണ്ട്, ആഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പബ്ലിക് ഈ ആഡ് ഫ്രണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ആയിട്ട് വരികയാണ്. പക്ഷേ ആ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാനും പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി 5000 ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അവർ ഫോളോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ആയിട്ട് വരത്തില്ല, അത് ഡയറക്റ്റ് ഒരു ഫോളോ ആയിട്ട് അവരെ ഫോളോവറായിട്ട് അങ്ങ് മാറുകയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നത്തെയാണ് നമുക്ക് മാറ്റുന്നത്. അപ്പോൾ അത് എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇവിടെ നോക്ക് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ലോഗോ കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ മുകളിലായിട്ട് സെറ്റിംഗ്സിൻ്റെ ഒരു ബട്ടൺ കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക്, ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോൺടാക്ട് യു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൂ ക്യാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് എവരി വൺ, രണ്ട് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്. ഞാനിവിടെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആണ് കൊടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എവരി വൺ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെയാണ് പ്രശ്നം. അത് നിങ്ങൾ മാറ്റി ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആക്കി കൊടുക്കുക. ഇതിന്റെ കാരണങ്ങളെ ഞാൻ പറഞ്ഞുതരാം. ഹൂ ക്യാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം. ഇതിൽ നിങ്ങൾ എവരി വൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ നിങ്ങളുടെ ഈ പ്രൊഫൈൽ ചെല്ലുമ്പോൾ അവിടെ ഈ രണ്ട് ഓപ്ഷൻസും കാണിക്കും. ഫോളോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണിക്കും, ആഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണിക്കും. കാരണം നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാമെന്ന്. അപ്പോൾ ആഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ ഈ ഫോളോയിൽ ക്ലിക്ക് ചെയ്യാതെ ആഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെ മാറ്റി നിങ്ങൾ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടുകാർക്ക് മാത്രം രണ്ട് ഓപ്ഷൻസും കാണിക്കും. ഫോളോയും കാണിക്കും, അതുപോലെ ഈ ആഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷനും കാണിക്കും. പക്ഷേ മറ്റു പബ്ലിക്കിന് ഫോളോ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ അവിടെ ഫോളോയിൽ ക്ലിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അവർ നിങ്ങളുടെ ഫോളോവറായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സിന് രണ്ട് ഓപ്ഷൻ ചെല്ലും, ഫോളോയും ചെല്ലും, അതുപോലെ ഈ ആഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചെല്ലും. അവർക്ക് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അവർ ഫോളോ തന്നെ ചെയ്യും, അതല്ലെങ്കിൽ അവർ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തെന്ന് വരാം. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഫ്രണ്ട് റിക്വസ്റ്റ് കണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് കൊടുത്തിട്ട് സേവ് ചെയ്യുക, സേവ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തത് ഹൂ ക്യാൻ സീ യുവർ ഫ്രണ്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് നമുക്ക് ആർക്കൊക്കെ കാണണം എന്നുള്ളൊരു പെർമിഷനാണ്. അത് പബ്ലിക് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഒൺലി ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ആരെയൊക്കെ കാണിക്കണം എന്നുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒൺലി ആണ് കൊടുത്തിരിക്കുന്നത്. എന്ത് കൊടുത്താലും സേവ് ചെയ്യാൻ മറക്കരുത്, സേവ് ചെയ്തിട്ട് പുറത്ത് വരിക. ഇനി അടുത്തത് ഹൂ ക്യാൻ ഫേസ്ബുക്ക് സജസ്റ്റ് യുവർ പ്രൊഫൈൽ ടു ബേസ്ഡ് ഓൺ യുവർ ഫോൺ നമ്പർ ഓർ ഇമെയിൽ അഡ്രസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആദ്യത്തേത് പീപ്പിൾ വിത്ത് യുവർ ഇമെയിൽ അഡ്രസ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കാം പോസിബിൾ കണക്ഷൻസ്, ആദ്യത്തെ ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ എത്രമാത്രം ആളുകളെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ഫേസ്ബുക്കിന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരിലേക്കെല്ലാം നമ്മളുടെ ഈ പ്രൊഫൈലിൻ്റെ സജഷൻസ് അയച്ചു കൊടുക്കുക. ആ ഒരു സെറ്റിംഗ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. ഇനി അടുത്തത് പീപ്പിൾ വിത്ത് യുവർ ഫോൺ നമ്പർ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും നിങ്ങൾ ഈ പോസിബിൾ കണക്ഷൻസ് തന്നെ സെലക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ എത്രമാത്രം ആളുകളെ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ഈ ഫേസ്ബുക്കിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരിലേക്കെല്ലാം നമ്മളുടെ ഈ പ്രൊഫൈലിൻ്റെ സജഷൻസ് അയച്ചു കൊടുക്കുക. ആ ഒരു സെറ്റിംഗ്സ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്ക് വരിക. ഇനി ഇവിടെ ഉള്ളത് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡു യു വാണ്ട് സെർച്ച് എഞ്ചിൻസ് ഔട്ട്സൈഡ് ഓഫ് ഫേസ്ബുക്ക് ടു ലിങ്ക് ടു യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിന് വെളിയിലുള്ള മറ്റ് സെർച്ച് എഞ്ചിനുകളിലേക്ക് നമ്മുടെ ഈ പ്രൊഫൈലിൻ്റെ സജഷൻ വിടണമെന്നാണ് അവർ ചോദിക്കുന്നത്. അതും നമ്മൾ ടിക്ക് ചെയ്ത് തന്നെ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ബാക്ക് വരിക. ഇവിടെ നോക്ക് ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോൺടാക്ട് യു, ഈ ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. ഇനി കുറച്ച് താഴേക്ക് നോക്കിയാൽ ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക്, ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തേത് ഹൂ ക്യാൻ ഫോളോ മീ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനെ പബ്ലിക്കായിട്ടാണ് കിടക്കുന്നത്, പബ്ലിക്കിൽ തന്നെ വെച്ചിട്ട് സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹൂ ക്യാൻ സീ യുവർ ഫോളോവേഴ്സ് ഓൺ യുവർ ടൈം ലൈൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ പബ്ലിക്കാക്കി കൊടുക്കുക. നിങ്ങളുടേത് പബ്ലിക് അല്ലെങ്കിൽ അത് പബ്ലിക്കായിട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഇതേപോലെ 5-6 ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നിനെയും നിങ്ങൾ ഓപ്പൺ ചെയ്ത് പബ്ലിക്കാക്കി കൊടുത്ത് അതിനെ നിങ്ങൾ സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ മറ്റ് 2 ഓപ്ഷൻ കൂടെ ഉണ്ട്. ഒന്ന് ഷോ മോസ്റ്റ് റെലവൻറ്റ് കമൻറ്റ്സ് ഫസ്റ്റ്, അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓഫ് ഫേസ്ബുക്ക് പ്രീവിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതിനെ നിങ്ങൾ ടിക്ക് ചെയ്ത് തന്നെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നോക്കുക ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടന്റ്, അതാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കിയാൽ പ്രൊഫൈൽ ആൻഡ് ടാഗിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഓപ്ഷൻ ഹൂ ക്യാൻ പോസ്റ്റ് ഓൺ യുവർ പ്രൊഫൈൽ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്കുക ഫ്രണ്ട്സ് ഒൺലി മീ 2 ഓപ്ഷൻ ഉണ്ട്. ഇത് എൻ്റെ ഒരു സജഷൻ ഒൺലി മീ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ ഫ്രണ്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അനാവശ്യമായ എന്തെങ്കിലും കണ്ടന്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും, സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് ഇത് ഒൺലി മീ കൊടുക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. കൊടുത്തിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. അതിനുശേഷം ഹൂ ക്യാൻ സീ വാട്ട് അതേഴ്സ് പോസ്റ്റ് ഓൺ യുവർ പ്രൊഫൈൽ, അതും ഇപ്പോൾ ഒൺലി മീ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഓൾറെഡി നിങ്ങൾ മറ്റുള്ളവർ പോസ്റ്റ് ചെയ്യുന്നത് ഒൺലി മീ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതും ഒൺലി മീ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷമുള്ളത് അലൗ അതേഴ്സ് ടു ഷെയർ യുവർ പോസ്റ്റ് ടു ദെയർ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോസ്റ്റ് മറ്റുള്ളവർ അവരുടെ സ്റ്റോറിയായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അത് ഇവിടെ കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അത് കൊടുക്കുന്നതാണ് നല്ലത്. അത് കാരണം നമ്മുടെ വ്യൂസ് കൊടുത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി അടുത്തത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടാഗിങ് ആൻഡ് ഇംപ്ലൈഡ് മെൻഷൻസ്. ഈ രണ്ട് ഓപ്ഷൻസ് ഞാൻ ഒള്ളി മീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇൻ ഫ്യൂച്ചർ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പ്രോബ്ലംസ് ഒന്നും നമ്മളുടെ അക്കൗണ്ടിൽ വരാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴേക്ക് നോക്കി രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, റിവ്യൂവിംഗ് എന്ന് പറഞ്ഞിട്ട്. ആദ്യത്തേത് റിവ്യൂ ടാഗ്സ് ബിഫോർ ആഡ് ടു യുവർ പോസ്റ്റ് ബിഫോർ ദ ടാഗ്സ് അപ്പിയർ ഓൺ യുവർ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ടാഗിങ്ങും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലും ആദ്യം നമ്മളതിനെ റിവ്യൂ ചെയ്ത് ഓക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളുടെ ഈ ഫേസ്ബുക്കിൽ അത് കാണിക്കാൻ പാടുള്ളൂ. ആ ഒരു ഓപ്ഷനാണ്. ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ ടിക്ക് ചെയ്ത് തന്നെ കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ ഇനി നമ്മൾ ബാക്ക് വരിക. ഈ 3 സെറ്റിംഗ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ 2 മാറ്റങ്ങൾ നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ കണ്ടിന്യൂസ്ലി വീഡിയോസും ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്ത് ഫേസ്ബുക്കിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കുറച്ച് മുകളിലേക്ക് നോക്കിയാൽ പ്രൊഫഷണൽ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രൊഫൈൽ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക് റെക്കമെൻഡബിൾ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളും ഈ 3 സെറ്റിംഗ്സും ചെയ്തതിന് ശേഷം നിങ്ങൾക്കും ഇവിടെ റെക്കമെൻഡബിൾ എന്ന് തന്നെ കാണിക്കണം. അങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇനി അടുത്തത് എന്താണെന്ന് അറിയാം. നമ്മൾ കംപ്ലീറ്റ്ലി ബാക്ക് വരിക. കംപ്ലീറ്റ്ലി ബാക്ക് വന്ന് നമ്മുടെ പ്രൊഫൈലിലേക്ക് വരിക. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണിക്കുന്ന ഈ പ്രൊഫൈൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നോക്ക് അഡ്വർടൈസ് എന്ന് കാണിക്കുന്നുണ്ട്, അതിൻ്റെ സൈഡിലായിട്ടുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ വ്യൂ ആസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കും ഇതേപോലെ ഫോളോ എന്ന് തന്നെ ആയിരിക്കണം കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ആഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവില്ല ഈ 3 സെറ്റിംഗ്സും ചെയ്തതിന് ശേഷം. ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ഫ്രണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മാറിയിട്ടുണ്ടാവും. ഇവിടെ ഫോളോ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ അവിടെ കാണിക്കത്തുള്ളൂ. അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ കാണുന്ന എല്ലാ പബ്ലിക്കും നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്ന ആ ഒരു പരിപാടി അങ്ങ് നിർത്തും. കാരണം അവർ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഫോളോ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടുകാർ നിങ്ങളുടെ ഈ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഈ 2 ഓപ്ഷൻ കാണിക്കും, ഫോളോയും കാണിക്കും, അതുപോലെ ആഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണിക്കും. പക്ഷേ അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർ ഫോളോ തന്നെ ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എവിടെ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ പ്രൊഫൈലിനെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലെ ഇഷ്ടമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.